ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 ഡിസംബർ 29 മുതൽ 2025 ജനുവരി 4 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട് ധനു 14 മുതൽ 20 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി അനുകൂലമാണെങ്കിലും പാഴ്ചെലവിന് സാധ്യത കാണുന്നു. മനസ്സുഖം കുറയും. വിദ്യാഗുണം കാണുന്നു. ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവാചാരപ്രകാരമുള്ള ധാർമ്മിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാഹചര്യം വന്നുചേരും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. കുലോന്നതങ്ങളായ വസ്ത്രം, ആഭരണം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വന്നുചേരാൻ യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ നടത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ സൂര്യനും കർമ്മസ്ഥാനത്ത് ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. കാര്യതടസ്സമുണ്ടാകും. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത. ശത്രുശല്യം കുറയും. സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. സ്വജനങ്ങളുടെ വിരോധം നേരിടേണ്ടതായി വരും. സർക്കാരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മഗുണം കുറയും. ദാമ്പത്യ കലഹങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ കുടിശ്ശികകൾ സംബന്ധിച്ച് അറിയിപ്പുകൾ വന്നുചേരാൻ സാധ്യതയുണ്ട്. പൂർവാർജിതമായ ധനം കൈമോശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുശല്യം കുറയും. ഭാഗ്യം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. ഉദരരോഗങ്ങൾ പിടിപെടും. ധർമ്മപ്രവൃത്തികളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും ശത്രുസ്ഥാനത്ത് സൂര്യനും അഷ്ടമത്തിൽ ശനിയും ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താനഗുണം കുറയും. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകാം. രോഗശാന്തി ഉണ്ടാകും. ആഗ്രഹസാഫല്യം ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. വാക്കുകൾ ശ്രദ്ധേയമാകും. ഉന്നതന്മാരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധനും പുത്രസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്ത് ശനിയും ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. കുടുംബസുഖം, വാഹനലാഭം എന്നിവയ്ക്ക് യോഗം കാണുന്നു. മനസ്സുഖം കുറയും. സന്താനങ്ങൾക്ക് വേണ്ടി പണം വ്യയം ചെയ്യേണ്ടതായി വരും. ദാമ്പത്യ സൗഖ്യം കുറയും. കർമ്മരംഗത്ത് അവിചാരിത തടസ്സങ്ങൾക്ക് സാധ്യത. സ്ത്രീകൾ നിമിത്തം ദുഷ്കീർത്തിക്ക് സാധ്യത കാണുന്നു. കർമ്മതടസ്സം, പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങൾ മുടങ്ങുക എന്നിവയ്ക്ക് യോഗമുണ്ട്. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ബുധനും സുഖസ്ഥാനത്ത് ആദിത്യനും ശത്രുസ്ഥാനത്ത് ശുക്രനും ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വയം ആർജിച്ച ധനം സഹോദരങ്ങൾക്കായി വ്യയം ചെയ്യേണ്ടി വരും. ബന്ധുഗുണം കുറയും. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ പരിശോധനകളിൽ അലംഭാവം കാട്ടരുത്. കളത്ര സൗഖ്യം കുറയും. മറഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം വരാതെ ശ്രദ്ധിക്കുക.
ധനലാഭം ഉണ്ടാകും. ഭൂമി ലാഭത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് രവിയും, പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും, അഷ്ടമത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മോശമായിരിക്കുകയില്ല. അപ്രതീക്ഷിത സഹായങ്ങൾ വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടും. സന്താനങ്ങൾക്ക് അനുകൂലമായ കാലമല്ല. അരിഷ്ടതകൾക്കും മനോദുഃഖത്തിനും സാധ്യത കാണുന്നു. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് സൂര്യനും, സുഖസ്ഥാനത്ത് ശനിയും ശുക്രനും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ശിരസിന് അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ധനസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. നയനരോഗങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. ബുദ്ധിവർദ്ധനവും കാര്യസിദ്ധിയും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. പിതാവിന് വ്രണരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ആദിത്യനും, ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. ശത്രുശല്യം വർദ്ധിക്കും. ധനസ്ഥിതി മെച്ചപ്പെടും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകും. വ്രണരോഗങ്ങൾ, രക്തസംബന്ധമായ രോഗങ്ങൾ, മലാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും ശനിയും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധനും, വ്യയസ്ഥാനത്ത് രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ അനുകൂലമായിരിക്കും. നയന സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യസുഖം കുറയും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യവും ലഭിക്കും. അഭിവൃദ്ധിയും ധനലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ഭദ്രകാളി പ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധനും, ലാഭസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. അശന ശയന സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം. കർമ്മഗുണം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധനും, കർമ്മസ്ഥാനത്ത് സൂര്യനും, വ്യയസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ആഡംബരങ്ങൾക്ക് വേണ്ടി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ശത്രുശല്യം വർദ്ധിക്കും. പിതാവിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. സന്താന ഗുണം കുറയും. കർമ്മഗുണം വർദ്ധിക്കും. കഴിവുകൾ അംഗീകരിക്കപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക.